ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൊറിയാണ്ടർ റൈസിന്റെ റെസിപ്പിയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് വന്ന നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റമാണ്. ആദ്യം തന്നെ ചോറൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഗ്ലാസ് സോനാ മസൂരി റൈസാണ്. നിങ്ങൾക്ക് സോനാ മസൂരിക്ക് പകരം ബസ്മതി റൈസ് എടുക്കാം, പൊന്നി റൈസ് എടുക്കാം. അതല്ല, സോനാ മസൂരി തന്നെ പല വെറൈറ്റീസും വരുമല്ലോ. ഏത് വെറൈറ്റി വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസ് ക്വാണ്ടിറ്റിയിൽ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. നിങ്ങളുടെ റൈസും അതേപോലെ കുക്കറിൻ്റെ ഒക്കെ നോക്കിയിട്ട് വേണം വിസിലടുപ്പിച്ചെടുക്കാനായിട്ട്. കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത അരിക്കുണ്ടല്ലോ, അത് 3 വിസിൽ മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കുമായിരുന്നു. ഇതിപ്പോൾ 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മൾ കൊറിയാണ്ടർ റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുക. എന്നാലേ ആ ചോറ് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെ തോന്നുമെങ്കിലും തണുത്തതിന് ശേഷം ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിക്കോളും. അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ജാറിലേക്ക് ഒരു 2-3 പച്ചമുളക്, അതല്ലെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം, അതിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണെന്ന് പറയാം, മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുതിനയില ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അഥവാ പുതിനയില ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം, കുറച്ച് മാത്രം മതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പുതിനയിലയും അതേപോലെ ഇഞ്ചി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കടായോ അല്ലെങ്കിൽ ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടല ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്തേക്കുന്ന കപ്പലണ്ടിയും കാഷ്യൂനട്ടൊക്കെ അത്യാവശ്യം ഒന്ന് കളർ മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ. പിന്നെ നെയ്യ് യൂസ് ചെയ്തതിന് പകരം എണ്ണ ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എണ്ണയും നെയ്യും ഒരുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ, നെയ്യ് മാത്രമായിട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മതി. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിൽ വെള്ളമയം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വറ്റി വരും. അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മല്ലിയിലെ പച്ചമണമൊക്കെ മാറി വന്നോളും. അപ്പോൾ ഒന്നുകിൽ അടച്ചു വെച്ച് വേവിക്കാം, അതല്ലെങ്കിൽ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ്മതി റൈസും ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണേ, എന്നാലേ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടത്തുള്ളൂ. പിന്നെ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒറ്റൊരു വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സോനാ മസൂരി റൈസ് ചേർത്ത് കൊടുത്തു. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി റൈസിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. പക്ഷെ നാരങ്ങനീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ചൂടാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൊറിയാണ്ടർ റൈസ് റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ കൊറിയാണ്ടറിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു റൈസ് ഐറ്റം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മെൻഷൻ ചെയ്യണേ കമൻസിൽ. കാരണം നമ്മുടെ
നാട്ടിൽ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇത് അധികം ആർക്കും അറിയില്ല എന്ന്. ഇവിടെ ആകുമ്പോൾ മിൻറ്റ് റൈസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, അതേപോലെ കൊറിയാൻഡർ റൈസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള റൈസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന മേത്തി ലീവ്സിൻ്റെ പക്കോട, അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ സൈസിലുള്ള ഒരു ഉള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം മേത്തി ലീവ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മല്ലിയില, ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് കായപ്പൊടിയും ഇത്രയും ചേർത്ത് ആദ്യം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്തായാലും വെള്ളം ഒഴിക്കേണ്ടി വരും, കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വെറ്റാവുന്ന ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മേത്തി ലീവ്സിന് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും, കാരണം നമ്മളിത് ഫ്രൈ ചെയ്യാതെയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കയ്പ്പൊക്കെ ഉണ്ടാവും. എന്നാലും നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് മേത്തി ലീവ്സിന് പകരം മുരിങ്ങയില വെച്ചും ചെയ്യാം, ഏതില വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കുഴച്ചെടുത്തേക്കുന്നത്. പിന്നെ എന്നിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഓരോ സ്പൂണ്, ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ സ്പൂണിൽ കാണിച്ചതേ ഉള്ളേ. പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. സാധാരണ പക്കോട ഉണ്ടാക്കുന്ന അതേ സമയം തന്നെയാണ്, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മേത്തി ലീവ്സ് പക്കോട റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അടുത്തായിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തുവിട്ട ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് എന്ത് പേര് വെക്കണമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് റവ സ്വീറ്റ് കോൺ ചീസ് ബോൾ എന്നൊക്കെ പറയാം. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഇവിടുത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കപ്പിൽ 3/4 കപ്പോളം റവ എടുത്തിട്ടുണ്ട്, സൂചി റവ. പിന്നെ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു. പിന്നീട് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന സ്വീറ്റ് കോൺ, ഇത് ബോയിൽ ചെയ്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു ഊഹത്തിൽ അങ്ങ് ചെയ്താൽ മതിയാവും, പ്രത്യേകിച്ച് ഒരു കണക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്, റെഡ് ചില്ലി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കണം, ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ. ആ റവയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ, അതുവരെ ഒന്ന് മാറ്റി വെക്കണേ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, തൈര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തൈര് ചേർത്ത് കൊടുത്താൽ ഭയങ്കര പുളിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തൈരൊന്നും വേണ്ട, ഇനി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് നോക്കണം. അഥവാ വെള്ളം വേണമെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാതെ തൈര് ചേർത്ത് കൊടുക്കണ്ട. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റഡ് ചീസാണ് കേട്ടോ. മുമ്പ് ഒരിക്കൽ ഇതുപോലത്തെ ഏതോ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ചീസ് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ട് റൗണ്ട് ആക്കി ഉരുട്ടിയിട്ട് എടുത്തിട്ടാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ ഇതങ്ങനല്ല, ഇത് ചീസ് ഗ്രേറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈനോ സോൾട്ട് ഇല്ലേ, അതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ, എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈനോ ചേർത്ത് കൊടുത്തേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈനോ ആയതുകൊണ്ട് ഒരുപാട് മിക്സ് ചെയ്യേണ്ട. സോഡ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കുഴിപ്പനിയാരം ഉണ്ടല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി, അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു. പിന്നെ ഓരോ സ്കൂപ്പായിട്ട് അല്ലെങ്കിൽ ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ആകുമ്പം ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് രണ്ടാമത്തെ സൈഡും മറു സൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി, പെട്ടെന്ന് ആയി കിട്ടിക്കോളും. പിന്നെ ഇതേ മിക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാറ്റീസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഈ ഷേപ്പിൽ തന്നെ വേണമെന്നില്ലെങ്കിൽ പാറ്റീസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ വാഫിലാക്കി എടുക്കാം. ഒന്നുമില്ലെങ്കിൽ ദോശ തവയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ദോശ പോലെ ആക്കിയെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.